That's huge. That is a biggie. It's out of here. കായിക ലോകം ഒത്തിരി സന്ദേശങ്ങൾ ലോകത്തിന് എപ്പോഴും നൽകുന്നുണ്ട്. അതിജീവനത്തിന്റെ, പ്രതീക്ഷയുടെ, കരുത്തിന്റെയൊക്കെ ചരിത്രം എപ്പോഴും കായിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഓട്ടമത്സരമെന്നോ ഫുട്ബോളെന്നോ ക്രിക്കറ്റെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരുപക്ഷെ അഡോൾഫ് ഹിറ്റ്ലറിനെ പോലും തല താഴ്ത്തിച്ചത് ജെസ്സി ഓവൻസ് എന്ന് പറയുന്ന കറുത്തവനായ ഒരു കായിക താരമാണ്. പിന്നീട് നമ്മൾ ലോക ചരിത്രത്തിലൊക്കെ എപ്പോഴും ഉദയനക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. പെലെ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മെസ്സിയെ പോലെ, റൊണാൾഡോയെ പോലെയുള്ളവരൊക്കെ തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോടൊക്കെ പോരാടി വിജയിച്ചവരാണ്. അപ്പം കായിക ലോകം നമുക്ക് നൽകുന്നത് അത് ശാരീരികമായ ഫിറ്റ്നസിനെ പറ്റി മാത്രമല്ല, മറിച്ച് വലിയ പോരാട്ടത്തിന്റെ സന്ദേശങ്ങൾ കൂടിയാണ്. സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, ആനന്ദത്തിനൊക്കെ അപ്പുറമായി അത് നമുക്ക് നൽകുന്നത് വലിയ വലിയ സന്ദേശങ്ങളുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഈ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സ്റ്റുവർട്ട് ബോർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബൗളറുടെ ഒരു ജീവിതം തന്നെയാണ്. മറ്റൊന്നുകൊണ്ടല്ല, ഒരുപക്ഷെ ഇന്ത്യക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബോർഡിനെ അറിയുന്നത് യുവരാജ് സിംഗ് തല്ലി വാരിക്കൂട്ടിയ ഒരു ബൗളർ എന്ന നിലയിലാണ്. 6 സിക്സറുകളാണ് അദ്ദേഹത്തിന്റെ ഓവറിൽ യുവരാജ് സിംഗ് അടിച്ചു കൂട്ടുന്നത്. ഒരു ബൗളറെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതം തകർന്നു പോകുവാൻ മറ്റൊന്നും വേണ്ട. കാണികൾ മുഴുവൻ ഇദ്ദേഹത്തിന് നേരെ ആക്രോശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ഭാവി സ്വപ്നം കണ്ട മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ട്. തന്റെ കഴിവിൽ ഈ സ്റ്റുവർട്ട് ബോർഡ് നിരാശനായിത്തീരുന്നുണ്ട്. സഹതാരങ്ങൾ വളരെ സഹതാപത്തോടുകൂടി ബോർഡിനെ നോക്കുന്നുണ്ട്. ഒരു ഓവർ കൊണ്ട് സ്റ്റുവർട്ട് ബോർഡ് എന്ന ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബൗളർ എന്നേക്കുമായി ഇല്ലാതായി തീരുകയാണ്. അന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോൾ ഇനി ഞാനില്ല, എൻ്റെ ജീവിതം തീർന്നു എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് ബോർഡ് പോകുന്നത്. എങ്കിലും അവൻ തൻ്റെ ജീവിതത്തിൽ ശക്തമായ ഒരു തീരുമാനത്തോടു കൂടിയാണ് പുതുപുലരിയെ വരവേക്കുന്നത്. കുറച്ചുകൂടി ഞാൻ ശ്രമിക്കും, ഞാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഞാൻ വിജയിയായി തീരാതിരിക്കരുത്. അവൻ കൂടുതൽ എക്സർസൈസുകൾ ചെയ്യുന്നു, കൂടുതൽ വേഗത്തിൽ എന്നാൽ കൂടുതൽ കൃത്യതയോടുകൂടി പന്തെറിയുന്നു. അവൻ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിക്കുന്നു. പിന്നീട് അവൻ പെട്ടെന്നൊരു വലിയ ബൗളറൊന്നും ആകുന്നില്ല, പക്ഷെ പതിയെ പതിയെ അവന്റെ പേര് ലോക ചരിത്രത്തിലേക്ക് ഉയർന്ന് കേൾക്കുകയാണ്. പിന്നീട് അവന്റെ വളർച്ച അതിൻ്റെതായ ഒരു നല്ല നിരയിൽ പോവുകയും അവന്റെ കഠിനാധ്വാനത്തിന് ഒരു ഫലം കാണുകയും ചെയ്യുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് 2020 വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഈ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തന്റെ 500ാമത്തെ വിക്കറ്റ് മധുരകരമായി ആഘോഷിക്കുന്ന സ്റ്റുവർട്ട് ബോർഡിനെയാണ് കാണുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 6 ബോളും 6 വഴങ്ങേണ്ടി വന്ന നിരാശവാനായ ഒരു ബൗളർ എന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ അതികായകന്മാരുടെ മേഖലകളിലേക്ക് എത്തുകയാണ്. അതിനേക്കാൾ രസം, ഇംഗ്ലണ്ടിന് വേണ്ടി 500ൽ അധികം വിക്കറ്റ് വീഴ്ത്തുന്ന 2ാമത്തെ താരവും ഈ ബോർഡ് തന്നെയാണ്. ഒരുപക്ഷെ തന്നേക്കാൾ മുമ്പേ ഇനിയും മുത്തയ്യ മുരളീധരനും ഷെയ്വോണും അനിൽ കുംബ്ലെയും പോലെയുള്ള മഹാന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഒരു വലിയ പ്രചോദനമായിട്ട് അദ്ദേഹത്തിന് തീരുകയാണ്. അപ്പൊ നമുക്ക് ഈ ബോർഡിന്റെ ജീവിതം നൽകുന്ന ഒരു വലിയ സന്ദേശം, പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ, ജീവിതത്തിൽ നിരാശയുടെ, പരാജയത്തിന്റെയൊക്കെ കാലം എല്ലാവർക്കും വരും. എന്നാൽ ആ പരാജയത്തിന്റെ, നിരാശയുടെ കാലഘട്ടത്തിൽ നീ തളർന്നു പോവുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ഈ യാത്ര ഒട്ടും സുഖകരമായിരിക്കത്തില്ല. പരാജയത്തെ ഉൾക്കൊള്ളുക. നീ പരാജയം വന്നു, അതിനെ ഉൾക്കൊള്ളുക. പക്ഷെ ഇനി വിജയത്തിലേക്കുള്ള മാർഗം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിന്റെ കൃപ നിന്റെ പരാജയത്തിൽ നിന്റെ കൂടെയുണ്ട്, അത് നിന്നെ വിജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നിരന്തരമായി പോരാടുവാനുള്ള ഒരു മനസ്സും ഒരു ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലോകത്തെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റി, ഭാവിയെപ്പറ്റിയൊക്കെ നമുക്ക് ഒത്തിരി വ്യാകുലതകൾ കാണാം. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ വിശ്രമിക്കുക, നീ കൂടുതൽ കരുത്ത് സമ്പാദിക്കുക. ഒരു വലിയ ലോകം നിന്റെ മുമ്പേ ഉണ്ട്, നമ്മുടെ മുമ്പേ ഉണ്ട്. ബോർഡിന്റെ ജീവിതം പോലെ നമുക്കും വിജയത്തിന്റെ ഒരു പടവ് കയറാം. ദൈവം അനുഗ്രഹിക്കട്ടെ.